നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ഏറ്റവും ശ്രദ്ധേയമാവുകയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാനൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളം ഒന്നടങ്കം ഓപ്പറേഷൻ തൂഫാന് വലിയ രീതിയിലുള്ള ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഒരു നീക്കമൊക്കെ. ഇപ്പോൾ ഇതാ നിർണായകമായ മറ്റു ചില തീരുമാനങ്ങൾ കൂടി ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ല എന്ന് രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ല. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ തടവുകാർക്ക് അനാവശ്യമായ പരോളുകൾ പലതും കോടതിയിൽ നിന്നാണ് കിട്ടുന്നത്. ജയിൽ ഉപദേശക സമിതികൾ റെക്കമെൻഡ് ചെയ്തു വന്നിട്ടുള്ള പല കേസുകളുമുണ്ട്. അത് സാധാരണ അവധിയാണ്, പരോളല്ല. ന്യായമായ തടവുകാർക്ക് കിട്ടേണ്ട അവകാശമാണ് ഈ അവധി. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജയിലുകൾ മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. ജയിൽ പുള്ളികൾ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ചപ്പാത്തി യൂണിറ്റുകൾ, പെട്രോൾ പമ്പുകൾ ഇതൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൻ്റെ വികസനം നടത്തുന്നുണ്ട്. ബാക്കിയുള്ള പണം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ജയിലിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ജയിലിലെ അന്തേവാസികൾ, തടവ് പുള്ളികൾ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അതേസമയം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഭാവിയിൽ ജയിലുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ജയിൽ പുള്ളികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും ഒക്കെയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ജയിൽ മാനുവൽ പരിഷ്കരണം, ജയിൽ റൂൾസിലെ പരിഷ്കരണം, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അത് പ്രത്യേകമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. ജയിൽ ചാട്ടം അന്വേഷിക്കാനുള്ള കമ്മിറ്റിയുടെ കാലാവധി 3 മാസം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും അടങ്ങുന്ന 2 അംഗ കമ്മിറ്റിയാണിത്. പോലീസ് ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ വലിയ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവർ ചേർന്നാണ് ഇത് നടത്തുന്നത്. അതിന് മാധ്യമങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തായാലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാനൊക്കെ അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മുടെ കുട്ടികളെയൊക്കെ കഞ്ചാവിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രവർത്തനമാണ്. അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാന്മാർ, കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ വിഷയത്തിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് നോക്കാം. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി നടപടി തിരിച്ചടിയായി കാണുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിശോധിച്ച ശേഷം അപ്പീൽ പോകണമെങ്കിൽ പോകും. അഡ്വക്കേറ്റ് ജനറലും DGPയുമായും ആലോചിച്ച് തീരുമാനമെടുക്കും. സമാനതകളില്ലാത്ത അക്രമമാണ് നടന്നത്. അന്വേഷിക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത് എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. എന്തായാലും അപ്പീൽ പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. അതേസമയം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഹണി എം വർഗീസിൻ്റെതാണ് നിലവിലെ ഉത്തരവ്. എന്തായാലും സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം. കോടതി വിധി വിശദമായി പരിശോധിച്ച ശേഷം DGPയുമായും ADGPയുമായും ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് നിരാശാജനകമാണെന്നും നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും മർദ്ദനത്തിനിരയായ ആലപ്പുഴ MLA AD തോമസ് പ്രതികരിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടന്നത്. അതിനു മുമ്പ് നടന്ന അന്വേഷണത്തിൽ വലിയ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്നും AD തോമസ് ആരോപിച്ചു. ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ എന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. മുൻപ് നടന്ന അന്വേഷണത്തിൽ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്രിമങ്ങളും കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എത്ര യാതനകൾ സഹിക്കേണ്ടി വന്നാലും നീതി കിട്ടുന്നതുവരെ അവസാന നിമിഷം വരെ പോരാടുമെന്നാണ് AD തോമസിന്റെ നിലപാട്. നിരാശാജനകമായ വിധിയാണിതെന്നും കേസ് പരിഗണിച്ച കോടതിയുടെ സ്വഭാവം മുൻകാലങ്ങളിലെ കാര്യങ്ങൾ പഠിച്ചാൽ എല്ലാവർക്കും അറിയാമെന്നും AD തോമസ് പറഞ്ഞു. താൽക്കാലികമായ രാഷ്ട്രീയ തിരിച്ചടിയാണ്. കോടതിയുടെ സ്വഭാവം മുൻകാലങ്ങളിലെ കാര്യങ്ങൾ പഠിച്ചാൽ എല്ലാവർക്കും അറിയാം. ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയുന്നതിൽ പരിമിതിയുണ്ട്. കോടതിയുടെ മുൻ ഇടപെടൽ പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാകും. പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് AD തോമസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ വിധി വന്നത്. മുൻകൂർ ജാമ്യം
ജാമ്യം അനുവദിക്കുകയായിരുന്നു. 308 വകുപ്പ് ചേർത്തതിൽ അസ്വാഭാവികതയുണ്ട് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസുകളിൽ അന്വേഷണവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ തുലനാവസ്ഥ പാലിക്കണമെന്നും പ്രതികൾ പരാതിക്കാരെ സ്വാധീനിക്കില്ലെന്നും കോടതി വിലയിരുത്തി. ചോദ്യം ചെയ്യലിന് 5 പ്രതികളും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ജൂൺ 11 മുതൽ 3 ദിവസം രാവിലെ 10 മുതൽ 4 വരെ പ്രതികളെ ചോദ്യം ചെയ്യാം. ഈ വേളയിൽ ഇവരെ കസ്റ്റഡിയിൽ വെക്കാം. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 1 ലക്ഷം രൂപ ബോണ്ട്, 2 പേരുടെ ആൾജാമ്യത്തിലും പ്രതികളെ ജാമ്യത്തിൽ വിടാമെന്നും പ്രതികൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ പിണറായി വിജയന്റെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് കേസ്. കേസിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. 2023 ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ലോക്കൽ പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഗൺമാൻമാർ വാഹനത്തിൽ നിന്നിറങ്ങി ചട്ടങ്ങൾ കാറ്റിൽ പറത്തി മർദ്ദിച്ചത്. ബസ്സിന് പിന്നാലെ വന്ന് കാറിൽ നിന്ന് ചാടിയിറങ്ങിയ സുരക്ഷാ ജീവനക്കാർ ഇവരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആദ്യത്തെ നടപടിയായിരുന്നു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണത്തെ നിയോഗിച്ചത്. 5 പ്രതികൾക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഒരു തിരിച്ചടിയായിട്ട് തന്നെ വിലയിരുത്താം. പക്ഷെ തിരിച്ചടിയല്ല എന്ന് UDFന്റെ ഭാഗത്തു നിന്നും നിലപാടുകൾ ഉയരുകയാണ്. അതേസമയം വലിയ രീതിയിലുള്ള വാദപ്രതിവാദത്തിനിടയിൽ വിമർശനങ്ങൾക്ക് ചൊരിയപ്പെടുകയുണ്ടായി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവർ പ്രകടിപ്പിച്ചതെന്ന വിമർശനം ഇവർക്കെതിരെ വാദിഭാഗം ഉന്നയിക്കുകയുണ്ടായി. സെഷൻസ് കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഈ വാദം. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മർദ്ദിച്ചത്. പരാതിക്കാർ ഒരു പ്രകോപനവും സൃഷ്ടിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുൻ മുഖ്യമന്ത്രിക്ക് പേടി ആകുമോ എന്ന ചോദ്യവും പ്രോസിക്യൂഷൻ ചോദിച്ചു. ഔദ്യോഗിക ജോലി ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നവരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും വാദിഭാഗം ചൂണ്ടിക്കാട്ടി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധക്കാരോട് വിരോധമുണ്ടായിരുന്നില്ലെന്നും ജോലിയുടെ ഭാഗമായ നടപടിയായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. സുരക്ഷാ സംഘം പ്രയോഗിച്ച നീളൻ ലാത്തിയെ പറ്റിയുള്ള ഗുരുതര സംശയങ്ങൾ SIT റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. മർദ്ദനത്തിന് ഉപയോഗിച്ച നീളൻ ലാത്തി പോലീസിൽ നിന്ന് നൽകിയതല്ല എന്ന് മനസ്സിലായി. ഈ വടിയെപ്പറ്റി അന്വേഷിക്കണം. AD തോമസിന്റെ തലയിൽ ലാത്തി കൊണ്ട് ശക്തമായി അടിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. തലയിൽ മുറിവുണ്ടായെന്നും തുന്നൽ വേണ്ടി വന്നെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടിച്ച രീതി, അടിയുടെ ശക്തി, ഏതുതരം ആയുധം, ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ലക്ഷ്യമിട്ടത് തുടങ്ങിയവയും കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിർണ്ണയിക്കുന്നതിൽ പ്രസക്തമാണ്. ഒരടി കൊണ്ട് നിർത്തിയില്ലെന്നും തലയ്ക്കുൾപ്പെടെ തുടരെ അടിച്ചെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസും ഇതിനെ പ്രതിരോധിക്കുകയായിരുന്നു. ജീവാപായം ഉണ്ടാകുന്ന വിധത്തിലാണ് മർദ്ദിച്ചതെന്ന നിഗമനത്തെ ഫോറൻസിക് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ശരിവയ്ക്കുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തോക്കും ബാഗും മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതെന്നും ലാത്തി നൽകാറില്ലെന്നും വാദിഭാഗവും ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഗ്രേഡ് SIമാർ SITക്ക് മുന്നിൽ കരയുന്ന സാഹചര്യമുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടത് ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SITക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് സമ്മതിച്ചു ഗ്രേഡ് SIമാർ. ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് പിഴവ് പറ്റിയെന്ന് അന്വേഷണ സംഘത്തോട് സമ്മതിച്ചത്. നേരത്തെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കാതിരുന്ന SIമാർ തെളിവുകൾ നിർത്തി കാണിച്ചപ്പോൾ പിഴവ് ഏറ്റുപറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ വെച്ച് മർദ്ദിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ADGPയുടെ ഓഫീസിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റ് 4-നാണ് ശ്രീകാന്തും ഗിരീഷും വിളിച്ചതെന്നും ഈ സമയം ADGP വയനാട്ടിലെ ദുരന്ത ഭൂമിയിലായിരുന്നുവെന്നും ഇവിടെ നിന്ന് ഫോണിലാണ് ADGP നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതെന്നും വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 5-ന് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് കുറിപ്പ് നൽകി. എന്നാൽ ഉദ്യോഗസ്ഥർ തിരുത്തുവരുത്തി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തില്ല. തുടർന്ന് ADGPയുടെ നിർദ്ദേശപ്രകാരം 13-ന് ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിപ്പിച്ചു. തുടർന്ന് ഓഫീസിൽ വെച്ച് തന്നെ റിപ്പോർട്ട് തിരുത്തി എഴുതി. 15-ന് ഓഫീസിലെത്തിയ ADGP തിരുത്തിയ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിക്കുകയും ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തുവെന്നാണ് ഗ്രേഡ് SIമാർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും SIമാരായ ഗിരീഷും ശ്രീകാന്തും ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത് നിർണായകമാണ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ SIT പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്തായാലും 308 ചേർത്തതിൽ വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ വിശദീകരണമൊന്നും വില പോയില്ല. വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 308 ചേർത്തെന്നായിരുന്നു SIT വ്യക്തമാക്കിയത്. മെഡിക്കൽ ബോർഡിലെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം തേടി ആദ്യ റിപ്പോർട്ട് തിരുത്താൻ ഉന്നത ഇടപെടൽ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ വെച്ചതാണ്. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നിർണായകമായ ചില ചോദ്യങ്ങൾ കൂടി കേസ് പരിഗണിക്കുന്നതിനിടയിൽ കോടതി മുന്നോട്ട് വെച്ചു. തല ലക്ഷ്യം വെച്ചാണ് ഗൺമാൻമാർ മർദ്ദിച്ചതെന്ന്
ഉറപ്പുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ ആവർത്തിച്ച് കണ്ട കോടതി ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ടെന്ന്, ദൃശ്യങ്ങളിൽ തലയ്ക്കടിക്കുന്നത് വീഡിയോയിൽ കാണാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിർണായകമായ കേസ്, നിർണായകമായ കോടതി വിധി. ഇനി എന്താണ്, അതായത് വാദിഭാഗത്തിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാവുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ രേഖകൾ തിരുത്താൻ ഇടപെട്ടു എന്ന ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതിന്മേലുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.